ആണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അഡ്വക്കേറ്റ് കെ രത്നകുമാരിയെ തെരഞ്ഞെടുത്തു. 7-നെതിരെ 16 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ജൂബിലി ചാക്കോയെ പിന്തള്ളിയാണ് രത്നകുമാരി വിജയിച്ചത്. PP ദിവ്യ രാജിവെച്ച ഒഴിവിലാണ് പുതിയ അധ്യക്ഷയ്ക്കായി വോട്ടെടുപ്പ് നടന്നത്. പക്ഷേ വോട്ടെടുപ്പിൽ PP ദിവ്യ പങ്കെടുത്തില്ല. ADM നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കി വിവാദ യാത്രയപ്പ് പരിപാടി കഴിഞ്ഞ് കൃത്യം 1 മാസം പിന്നിടുമ്പോഴാണ് ജില്ലാ പഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. PP ദിവ്യ രാജിവെച്ചൊഴിവിൽ അഡ്വക്കേറ്റ് കെ രത്നകുമാരിയാണ് പുതിയ അധ്യക്ഷ. 24 അംഗ ഭരണസമിതിയിൽ LDFന് 17 അംഗങ്ങളുണ്ട്. PP ദിവ്യയുടെ അഭാവത്തിൽ കെ രത്നകുമാരിക്ക് 16 വോട്ടുകൾ ലഭിച്ചു. ജാമ്യവ്യവസ്ഥ പരിഗണിച്ചാണ് PP ദിവ്യ വോട്ട് ചെയ്യാൻ എത്താതിരുന്നതെന്നാണ് വിശദീകരണം. PP ദിവ്യ വോട്ട് ചെയ്യാൻ എത്താത്തത് കണ്ടീഷണൽ ബെയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബെയിലിന് വയലേറ്റ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ടാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത്. പുതിയ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷക്ക് അഭിനന്ദനം അറിയിച്ച് PP ദിവ്യ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചു. ഭരണസമിതി അംഗങ്ങളുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും സൗഹൃദവും കൂട്ടായ്മയുമാണ് ജില്ലാ പഞ്ചായത്തിന്റെ വിജയമെന്നാണ് ദിവ്യയുടെ പ്രതികരണം. വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ ഹാളിലേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചില്ല. 24 കണ്ണൂർ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആ വിവാദത്തിൽ നേരത്തെ ഉയർന്നു കേട്ട പേര് തന്നെയാണ് PP ദിവ്യയ്ക്ക് പകരം രത്നകുമാരി പ്രസിഡന്റായി വരുന്നുള്ളത്. കാരണം വ്യക്തമായ ഭൂരിപക്ഷമുള്ളതാണ് LDFന് കണ്ണൂർ കോർപ്പറേഷൻ. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും LDF തന്നെ ജയിക്കും. അതിൽ ഈ പറയുന്ന പോലെ രത്നകുമാരിക്കാണ് അടുത്ത ടേം ഉണ്ടായത്. അപ്പോൾ അവരെ തന്നെ അത് വരുന്നു. PP ദിവ്യ പക്ഷേ പങ്കെടുക്കാത്തതിന് കാരണം പാർട്ടി ഈ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. അതൊരു ഉപാധികളോടെയുള്ള ജാമ്യമാണ്, അതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്നാണ്. ഇനി നമുക്ക് കമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പാട്ട് നിർത്തുന്നവരെ. ഇപ്പോൾ ആശാ ബിജു പറയുന്നു പാട്ട് നിർത്തരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അബ്ദുൽ ഖാദറും പറയുന്നുണ്ട് പാട്ട് മാറ്റരുതേ, വി ലൈക്ക് ഇറ്റ് എന്ന് പറയുന്നേ. നമ്മൾ പാട്ട് നിർത്തുന്നില്ല, പ്രേക്ഷകൻ്റെ കമൻറ്റ് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നൊരു കുട്ടി വാർത്തയാവാമായിരുന്നു ശിശുദിനമല്ലേ? അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കുട്ടി വാർത്തകളാണ് കൊടുത്തത്. ദിലീപ് കണ്ടില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു 3 റിപ്പോർട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. പ്രസാദ് പറയുന്നു ഹായ് പ്രജൻ പ്രവിത, ഹായ് പ്രസാദ്. പിന്നെ നമ്മുടെ EP യുടെ വാർത്തയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സുബേഷ്. EP യുടെ വാർത്തകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്.